ഹായ് ഓൾ, ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് അക്മൽ എന്ന ബ്രില്യൻ്റിലെ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ്. ഈ കഴിഞ്ഞ നീറ്റ് 2024 690 എന്ന സ്കോർ കരസ്ഥമാക്കിയ മിടുക്കനായ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അക്മൽ. ഇതിനും പിന്നിൽ വലിയൊരു തയ്യാറെടുപ്പുണ്ട് അല്ലേ? നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ആ ഒരു ജേർണി നമുക്കൊന്ന് പറയാം. ഞാൻ കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് പഠിക്കാനുള്ള കാരണം ഒന്ന് എൻ്റെ കസിൻ ഇവിടെ പഠിച്ചിരുന്നു. അപ്പോൾ ബ്രില്യനെ ചോദിച്ചാൽ ആദ്യം എല്ലാവരും പറയുന്നു എവിടെ പഠിച്ചാലും നമ്മൾ പഠിക്കണം. പക്ഷേ ബ്രില്യനിൽ വന്ന് പഠിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവും ബ്രില്യൻ്റ് എന്താ, ബ്രില്യനിലെ സാർമാരെങ്ങനെ, റെഫറൻസ് എങ്ങനെ, പിന്നെ സാർമാർ നമ്മൾ എന്ത് പറഞ്ഞാലും അപ്പം ചെയ്തു തരും. അതിനൊരു ഡിലേ ഇല്ല. അപ്പോൾ ഒന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക, ജോർജ് സാറിനെ നേരിട്ട് നമുക്ക് പോയി പറയാം, ഡയറക്ടർ പോയിട്ട് നമുക്ക് പറയുകയും ചെയ്യാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 690 എന്ന് പറയുന്നൊരു സ്കോറിലേക്ക് എത്തുന്നതിന് പിന്നിൽ മോൻ്റെ വലിയൊരു കഷ്ടപ്പാടുണ്ട്. അപ്പോൾ നമ്മുടെ നിരവധിയായിട്ടുള്ള മോഡൽ എക്സാമുകളൊക്കെ മോൻ എഴുതിയിട്ടുണ്ട് ബ്രില്യൻ്റിൽ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മുടെ വീക്ക്ലി എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ മോൻ കരസ്ഥമാക്കുന്ന ഒരു സ്കോർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ തുടക്കത്താണെങ്കിൽ പോലും കരസ്ഥമാക്കുന്ന സ്കോറുകളുണ്ടായിരുന്നു. ആൻഡ് ഫൈനൽ നീറ്റ് എൻട്രൻസ് എക്സാമിന് 690 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തി. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്കോറിൻ്റെ എന്ന് പറയാം. സത്യം പറയുകയാണെങ്കിൽ നീറ്റ് 690 കിട്ടിയ പാട് തന്നെ ഞാൻ തന്നെ അതിശയപ്പെട്ടിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ അതിൽ വിചാരിച്ചു വെച്ചത് 685 ആ ഒരു റേഞ്ചാണ്. കാരണം ഞാൻ അപ്പോളിൻ്റെ മോഡലിനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു 650 വരെ ഇവിടെ ബ്രില്യൻറ്റിലായതുകൊണ്ട് അവിടുത്തെ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ അത്രയും ഹൈ ആണല്ലോ. ഇവിടെ ഒരു 670 680 ഒക്കെ ആണ് എനിക്ക് മോഡലിന് ടോപ്പ് പോയത്. ആ ടോപ്പുള്ളപ്പിൻ്റെ റാങ്ക് 400 എബോവ് ഒക്കെ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കുട്ടികൾ പിന്നെ എൻ്റെ മുകളിലുണ്ട്, അപ്പം അത്രയും കഷ്ടപ്പാടുണ്ടല്ലോ, കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ എനിക്ക് ഇനി എങ്ങനെ, കാരണം നമ്മളപ്പോൾ വിചാരിക്കില്ലല്ലോ നീറ്റ് ഇതിനും എളുപ്പമായിരിക്കുമോ ടഫായിരിക്കുമോ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ കഴിയണിടത്തോളം അത്രയും നല്ല പഠിച്ചു പോയി. ഇവിടുത്തെ എക്സാം ഒന്ന് വിടാണ്ട് എല്ലാവരും പറയും, ഇവിടുത്തെ വീഡിയോയിലായാലും പിന്നെ ഇവിടുത്തെ സാർമാരായാലും ഒരു എക്സാം പോലും മിസ്സാക്കരുത്. എത്രയും എക്സാമുകൾ അപ്പോൾ നമ്മളെ തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുള്ളൂ, അത് നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് മെയ് 5 നീറ്റ് എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുന്നൊരു സീനുണ്ട്. ഇപ്പോൾ പറഞ്ഞു നമുക്കറിയില്ലല്ലോ ഇത് ഹാർഡാണോ ഈസി ആണോ എന്നൊന്നും അറിയാതെയാണ് ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എഴുതിയ ഒറ്റ കോൺഫിഡൻസോട് കൂടി മാത്രമാണ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്തു എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി മാത്രമാണ് എക്സാം ഹാളിൽ കയറുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് കിട്ടി. ആ ഒരു സമയത്ത് മോൻ്റെ മനസ്സിലൂടെ കടന്നു പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇതായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ മോഡലിൽ വന്ന ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആ ഒരു നമ്മൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് ആയാലും ഇവിടുത്തെ മോഡലിൽ വന്ന ക്വസ്റ്റ്യൻസ് ആയാലും സാർമാരിട്ട നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ള അത് ഇവിടുത്തെ എക്സാം എഴുതുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ആ ഐഡിയയിലൂടെ ഒക്കെ നമ്മൾ പോയപ്പോൾ ഏകദേശം റെഡിയായി വരുന്നത്. പിന്നെ ചെയ്തതും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മളത് ശരിയായിരിക്കും എന്താ അറിയില്ല, പക്ഷേ കറക്റ്റ് എഴുതിയിട്ട് വന്നിക്കണം. അങ്ങനെ 690 എന്ന് പറയുന്നൊരു സ്കോറിലേക്ക് എത്തി അല്ലേ? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സാം ഹാളിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലേക്കൊക്കെ വന്ന് ആ ഒരു സന്തോഷമൊക്കെ പങ്കുവെച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഉള്ള വീട്ടുകാരുടെയൊക്കെ ഒരു റെസ്പോൺസും അതൊക്കെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാം. നാട്ടിലേക്ക് എല്ലാവരും എന്ത് പറഞ്ഞു? വീട്ടുകാർക്കും എല്ലാവർക്കും നല്ല സന്തോഷമായി. കാരണം ഒന്നാമത്തത് എൻ്റെ വീട്ടിൽ ഇതുവരെ വേറെ ഡോക്ടേഴ്സ് നമ്മളൊരു ഫാമിലിയിലില്ല. ഫസ്റ്റ് ഡോക്ടർ ആവുമ്പോൾ ഞാനാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും പറയൂ ഈ പഠിക്കുന്നതാകുമ്പോൾ ഫസ്റ്റ് ഡോക്ടറാണ് ഈ ആയിരിക്കും. അങ്ങനെ അപ്പോഴേ നമുക്കൊരു സന്തോഷമാണ്, ഞാൻ എന്നാൽ പഠിച്ച് ഡോക്ടർ ആവല്ലോ. അപ്പോൾ ഫസ്റ്റ് ഒരാൾ നന്നായാലും പിന്നെ അങ്ങനെ ശരിയായി വരുമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഹോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോലെ ഇതാക്കണമല്ലോ വിചാരിച്ചിട്ട്. അതെ, ഫാമിലിയെ സെറ്റിലാക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു ലക്ഷ്യബോധമുള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണ് അക്മൽ വളർന്നു വന്നതും അല്ലേ? നല്ലൊരു എയിം ഉണ്ടായിരുന്നു, ഡോക്ടർ ആവണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു അല്ലേ? അത് ഫാമിലിയിലേക്ക് നൽകുന്നൊരു വലിയ സമ്മാനമായിട്ടാണ് ഇപ്പോൾ ഈ റിസൾട്ടിനെ കാണുന്നത്. ഓക്കെ, വലിയ കാര്യമാണ് മോനെ. അതുപോലെ തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻറ്റിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം, ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ബ്രില്യൻറ്റ് ചൂസ് ചെയ്തെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മോൻ പറയാം? ആദ്യം നമ്മൾ ഒരു സ്ഥാപനത്തിൽ കയറുകയാണെങ്കിൽ അവിടെ റിസൾട്ട് ഉണ്ടോ അങ്ങനെ നോക്കിയിട്ടാണല്ലോ. പിന്നെ അവിടെ പഠിച്ച നമ്മളെ അറിയണ ഫ്രണ്ട്സോ ഫാമിലീസോ അങ്ങനെ ആരെങ്കിലും ഓരൊക്കെ എല്ലാവരും പറയും, ഫസ്റ്റൊക്കെ ആർക്കും അറിയാത്തപ്പോൾ എല്ലാവരും പറയും എവിടെ പഠിച്ചാലും നമ്മൾ പഠിക്കണം. പക്ഷേ ബ്രില്യൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ബ്രില്യൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഓരെങ്ങനെ നമുക്ക് ചെയ്തു തരുന്നത്. ഒരു പരസ്യം മാത്രം ഇട്ടിട്ടല്ലല്ലോ,
അതെ, അതായത് വെറുതെ പരസ്യമായിട്ട് പറയല്ല, ഇവിടെ വന്ന് അനുഭവിച്ചാൽ മനസ്സിലാവും എന്തൊക്കെ ഫെസിലിറ്റീസ്, പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, അതിന്റെ ഔട്ട്പുട്ട് ഇതിന്റെ ഇരട്ടിയായി നമുക്ക് തരുന്നുണ്ടെന്ന് മനസ്സിലാവും. ആവശ്യപ്പെടുന്ന പഠിക്കാൻ എന്താ ആവശ്യം നമ്മൾ പറയുന്നു അത് ചെയ്തു തരും അപ്പം തന്നെ, അതിനൊരു ഡിലേ ഇല്ല. ഇപ്പൊ എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടിൽ കസിൻസ് ഒക്കെ ആണെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്തത് ബെർലിൻ പാലയാണ്. വീട്ടിലാരെങ്കിലും ഒക്കെ ഇതിനു മുമ്പ് ബെർലിനിൽ പഠിച്ച്? എൻ്റെ വകയിലൊരു കസിനാണ്, തൊട്ടടുത്ത കസിനല്ല, പക്ഷെ ഓരൊക്കെ ഇവിടെ പഠിച്ച് ഇപ്പോൾ ഒരു 4 വർഷം മുന്നേ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യാണ്, ഇപ്പോൾ പഠിച്ചിറങ്ങി ഇവിടെ ബ്രില്യൻ്റ് തന്നെ പഠിച്ചതാണ്. അപ്പോഴേ പറയുന്നു ബ്രില്യൻ്റ് പോയിക്കോ, അപ്പോൾ നമ്മൾ ഇതാക്കില്ലല്ലോ. പിന്നെ ബ്രില്യൻറ്റിൽ അപ്പം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ബ്രില്യൻറ്റിലേക്ക് തന്നെ വന്നു. അപ്പോൾ അത് മനസ്സിലാക്കി അത് അനുഭവിച്ചറിഞ്ഞ് പഠിച്ചിട്ട് ഇപ്പോഴാണ് അക്മൽ അതിനെ അനുഭവിച്ചറിയുന്നത്, ബെർലിനെ അനുഭവിച്ചറിയുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ ഓർത്തു ലൈക്ക് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, പക്ഷെ ബെർലിനിൽ വന്ന് അക്മൽ മനസ്സിലാകുകയാണ് പറഞ്ഞതിനേക്കാൾ ഉപരിയാണ് ബെർലിൻ്റെ എന്നുള്ളത്. ഓക്കെ ഫൈൻ. മോനെ ബെർലിനിൽ മോനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഫെസിലിറ്റികളാണ്? ഫെസിലിറ്റി ഒന്നാമത്തത് റെഫറൻസ് ആണ്. റെഫറൻസ് ഒന്നിലധികം ഫെസിലിറ്റികളുണ്ട് അങ്ങനെ റെഫറൻസ്, പിന്നെ ഹോസ്റ്റലിൽ വാർഡന്മാർ നമ്മൾ ടോം സാറിന്, പിന്നെ തൊട്ടടുത്ത് ഇവിടെ ബ്രില്യൻറ്റിൻ്റെ ചുറ്റുപാട്ട് തന്നെ ബ്രില്യൻ്റെതായ ഹോസ്റ്റലുകൾ, ഇത്രയും ആ കോമ്പൗണ്ടും മൊത്തം എൻ്റെ തൊട്ടടുത്ത പ്രൈഡ് കോട്ടയിലേക്ക്, വലിയ കോട്ടയിലേക്ക് പ്രവേശിക്കുന്നത് പോലെയാണല്ലേ ബെർലിനെ ചുറ്റിപ്പറ്റി ബെർലിന്റെ നിരവധി ഹോസ്റ്റലുകൾ ബെർലിനുമായി ബന്ധപ്പെട്ട അല്ലേ. ഒരു സമയം പോക്ക് അതിലില്ല, പെട്ടെന്ന് കാര്യങ്ങൾ നമ്മൾ വീട്ടിലെങ്ങനെ നിന്ന് പഠിക്കണോ, പക്ഷെ വീട്ടിൽ നമ്മൾ പഠിക്കില്ല, ഇവിടെ ആകുമ്പോൾ ആ കുട്ടികൾ പഠിക്കുന്നു, കൂട്ടുകാരും എല്ലാവരും പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ പഠിച്ചു പോകും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പം നീറ്റ് 2025 തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാൻ ആഗ്രഹം, ഇപ്പം നീറ്റിന് നല്ല സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളൊക്കെ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അവരുടെ ഒരു ഡെയിലി റൊട്ടീനൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അക്മലിന് എങ്ങനെയായിരിക്കും? ഞാൻ ഒരു സുബൈക്ക് എന്തായാലും എണീക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്റ്റലിൽ അതേപോലെ ഫ്രണ്ട്സും അതേപോലെ എണീക്കും. പിന്നെ നമ്മളെല്ലാവരും കൂടി കമ്പൈൻ സ്റ്റഡിയാണ് പൊതുവെ, കാരണം ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ പൊതുവെ ഉറങ്ങിപ്പോകും. അപ്പോൾ വിളിക്കാൻ ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ അവർ വിളിക്കും, പിന്നെ അറിയാത്തത് പറഞ്ഞു തരും, അങ്ങനത്തെ ഒരു ഇതുണ്ട്. കൂടെ പഠിക്കുന്നതും ടോപ്പേഴ്സും ഇതൊക്കെ ആയിരിക്കും, പഠിക്കാൻ ആഗ്രഹമുള്ളതായിരിക്കും, നമ്മളും കൂടെ വിജയത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടുകൂടി ഇരിക്കുന്ന സൗഹൃദമാണ് ബെർലിനിൽ വരുന്നത്. അതെ, അപ്പോൾ ഓര് പറഞ്ഞു തരും. പിന്നെ നമുക്ക് ട്രിക്സും ടിപ്സൊക്കെ കുട്ടികളായ പോലെ തന്നെ ഇതാക്കിയതൊക്കെ ഉണ്ടാവല്ലോ, അപ്പോൾ ഒരു അത് പറഞ്ഞു തരും. അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂട്ടുകാർക്കൊക്കെ ഇപ്പോൾ നല്ല സ്കോർ കരസ്ഥമാക്കാൻ സാധിക്കും. എൻ്റെ റൂംമേറ്റിന് തന്നെ 710 മാർക്ക്. ഞാൻ നോക്കുമ്പോൾ ഓൻ ഉറങ്ങായിരിക്കും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഓൻ രാത്രിയാണ് പഠിക്കുക, നേരത്തെ കിടക്കും, രാവിലെ നേരത്തെ ഏർലി മോർണിംഗ് പഠിക്കുക. പക്ഷെ ആ സമയത്ത് നമ്മൾ ഉറങ്ങായിരിക്കും, നമ്മൾ ഉറങ്ങുമ്പോൾ ഓൻ പഠിക്കും, ഓൻ പഠിക്കുമ്പോൾ നമ്മൾ ഉറങ്ങായിരിക്കും. അതാണ്. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഓൻ നല്ല പഠിക്കുകയും ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, നല്ല പറഞ്ഞു തരാനുള്ള ഇതുണ്ട് എനിക്ക്. അപ്പോൾ ഷെഹൽ എന്നാണ് പേര്, ഓൻ പറഞ്ഞു തരും ചെയ്യുന്നു. 710 സ്കോർ. എൻ്റെ കൂടെ അതേപോലെ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഇന്ന് പഠിച്ച കുറെ സുഹൃത്തുക്കൾക്കും അതേപോലെ നല്ല മാർക്ക് തന്നെ ആയിരുന്നു. 700 അബവ് തന്നെ കുറെ കുട്ടികളുണ്ട്. അടിപൊളി. പിന്നെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിച്ച കുറെ കുട്ടികൾക്ക് 700 അബവ് കരസ്ഥമാക്കാൻ സാധിച്ചു. ഓക്കെ. ബെർലിനിലെ 700 അബവ് പറയുന്ന പേരുകളിൽ ഇടം പിടിച്ചിരിക്കുന്ന വ്യക്തികളായിരുന്നു ആ ഒരു സമയത്ത് അക്മലിന്റെ കൂട്ടുകാരെ. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഡോക്ടർ ആവണമെന്നുള്ളതാണ്. അപ്പോൾ അത് പഠിക്കേണ്ട ഒരു സ്ഥലവും കൂടെ ഒക്കെ മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, എവിടെയാണ്? ഞാൻ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട്, പിന്നെ ഇപ്പോഴത്തെ കോമ്പറ്റീഷനും ഹൈ ആണല്ലോ, അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ആഗ്രഹം കോഴിക്കോടാണ്. പക്ഷെ ഏറ്റവും ഡ്രീം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാവാണ്. അതെവിടെ കിട്ടിയാലും MBBS സീറ്റ് അത് കിട്ടുമല്ലോ. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെ ദൃഢനിശ്ചയത്തോടെ ബെർലിൻ സ്റ്റഡി സെൻറ്ററിലേക്ക് കടന്നു വന്നൊരു വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അക്മൽ. ഇപ്പോൾ 690 എന്ന മാർക്കാണ് അദ്ദേഹം കരസ്ഥമാക്കിയിരിക്കുന്നത്. ഡ്രീം ചെയ്യുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. മോൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വലിയ ലക്ഷ്യം ഡോക്ടർ ആവണമെന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലൊരു മെഡിക്കൽ സീറ്റ് കരസ്ഥമാക്കാൻ 23 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ എക്സാമിൽ മോന് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്നൊരു സ്കോർ തന്നെയാണ് 690, വലിയൊരു സ്കോറാണ്. അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ വലിയൊരു റിസൾട്ടിലേക്ക് മോന് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്തു. ആൻഡ് ബെർലിൻ സ്റ്റഡി സെൻറ്ററിൻ്റെ 2024 ചരിത്ര റിസൾട്ടിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും അഭിമാനമുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും, തുടർന്നുള്ള ജീവിതത്തിലും എല്ലാവിധ വിജയങ്ങളും നേരുന്നു. താങ്ക് യു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.